പ്രിയപ്പെട്ട ശ്രീ ജോസ് കൊച്ചിക്കുന്നലിനെ ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട MP ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ ബഹുമാനായ ജോസ് കൊച്ചിക്കുന്നൽ അവരുടെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, INTUസിയുടെ ജില്ലാ പ്രസിഡന്റ്, സീനിയർ കോൺഗ്രസ് നേതാവായ ശ്രീ PG ദേവ്, INTUസിയുടെ ജനറൽ സെക്രട്ടറി, സ്വാഗത പ്രാസംഗികൻ കൂടിയായ ശ്രീ TV കുഞ്ഞിരാമൻ, അതുപോലെ അധ്യക്ഷവേദിയിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ്, കാഞ്ഞങ്ങാട് അസംബ്ലിയിൽ ഒരു കാലത്ത് മത്സരിച്ച കോൺഗ്രസിൻ്റെ സമ്പന്നനായ നേതാവ് ശ്രീ MC ജോസ്, കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റ്, KPCCയുടെ നിർവാഹക സമിതി അംഗമായ ശ്രീ PK ഫൈസൽ, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ മസീന, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി TV സുരേഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ KP ബാലകൃഷ്ണൻ, ശ്രീ സതീശൻ, ശ്രീ ജോസഫ്, INTUസിയുടെ ബ്ലോക്ക് ജില്ലാ മണ്ഡലം തല നേതാക്കന്മാർ, ശ്രീ രമേശൻ, അധ്യക്ഷവേദിയിരിക്കുന്ന മറ്റ് ബഹുമാന്യ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, രാവിലെ 8:30 മണിക്ക് ഇറങ്ങിയതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് മന്ത്രിമാരുടെ ഉദ്ഘാടനങ്ങൾ ഒരു ശാഖര തന്നെ നടത്തിയാണ്. മന്ത്രിമാർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പങ്കെടുക്കാതിരുന്നാൽ ഔദ്യോഗിക പ്രവർത്തനങ്ങളുടെ വീഴ്ചയായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വലിയ പാർപ്പിലെ പരിപാടി കഴിഞ്ഞ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വന്നിട്ടാണ് 10 മണിക്ക് ആരംഭിക്കേണ്ട ഉദുമ ക്യാമ്പിൽ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദീർഘമായ ഒരു പ്രസംഗം നടത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ വികസന പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ ഒരു വലിയ ഭൗതിക സമ്പത്ത്. ആ ഭൗതിക സമ്പത്താണ് നമ്മുടെ രാജ്യത്ത് ലോകത്തും പല വികസന പ്രക്രിയയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. ലോകത്ത് നടന്നിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഇത്തരം തലച്ചോറുകളുടെ പ്രവർത്തനമാണ്. ഇന്ന് ദുബായിയുടെ ലാൻഡ്മാർക്കായ ബൂർജ് ഖലീഫ അടക്കം, തയ്യൽ മെഷീൻ അടക്കം ലോകത്തുള്ള ഇൻവെൻഷൻസ് എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരം ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനമുണ്ട് എന്നതാണ് സത്യം. ഈ റെയിൽവേ കാഞ്ഞങ്ങാട്, കാണിയൂർ, പാണത്തൂർ വഴിയുള്ള ഈ റെയിൽവേ അങ്ങനെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ശ്രീ ജോസ് കൊച്ചിക്കുന്നിൽ എന്ന് പറയുന്ന ഒരാളിൻ്റെ തലച്ചോറ് പിടിച്ച ഒരാശയം ഒരുപക്ഷെ ഒരുപാട് കാലം തൻ്റെ തലച്ചോറ് ഇതിനു വേണ്ടി പ്രവർത്തിപ്പിച്ചത് വഴിയാണ് ഇതിൻ്റെ പോസിബിലിറ്റിക്ക് പകരം ഫീസിബിലിറ്റിയെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഉദയം കൊണ്ടത്. അതുകൊണ്ട് ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച
ശ്രീ ജോസ് കൊച്ചിക്കുന്നിനെ ആദ്യമായി ഞാൻ ആദരിക്കുകയാണ്, അംഗീകരിക്കുകയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. പിന്നെ ഈ ജോസ് കൊച്ചിക്കുന്നിൻ്റെ മനസ്സിലൊരു ആശയം, ആ ആശയത്തിന് ചിറക് മുളപ്പിച്ചത് ഈ കാഞ്ഞങ്ങാട്ടെ പത്രപ്രവർത്തകരാണ്. നമുക്കറിയാം, മാതൃഭൂമിയുടെ ജയകൃഷ്ണനും മനോരമയുടെയും ബാക്കി എല്ലാ പത്രക്കാരും അദ്ദേഹത്തിന് ആശയത്തിന് കൊടുത്ത വളരെ വലിയ പബ്ലിസിറ്റി കാസർഗോഡ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചിട്ടാണ് പ്രഭാകരൻ കമ്മീഷൻ വെച്ചത്. ആ പ്രഭാകരൻ കമ്മീഷൻ കൊടുത്ത സമഗ്രമായ റിപ്പോർട്ട് 11,123 കോടി രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണ ബോർഡായാലും കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷനായാലും സംയുക്തമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ ജില്ലയ്ക്ക് വേണ്ടി ചെലവാക്കിയില്ലെങ്കിൽ കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ മാറ്റാനാവില്ല എന്നാണ് പറഞ്ഞത്. കാസർഗോഡ് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായി ഇത് മാറിയിരിക്കുന്നു. മലയോര ഹൈവേ പോലെ, അതുപോലെ തന്നെ ഒരു എയിംസ് വേണമെന്നുള്ള ആവശ്യം പോലെ ഇന്ന് കാസർഗോഡ് ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായി ഈ കാഞ്ഞങ്ങാട് റാണിയൂർ തീവണ്ടിപ്പാത മാറി. ഞാൻ പാർലമെന്റിൽ മത്സരിക്കാൻ വരുമ്പോൾ പല ആവർത്തി ഞാൻ ജോസ് കൊച്ചിക്കുന്നിലുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. മലയോര ഹൈവേയെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു. കാസർഗോഡ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. എന്നെ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞ് മനസ്സിലാക്കിയത് വ്യക്തിപരമായി പറഞ്ഞാൽ ശ്രീ ജയകൃഷ്ണനാണ് മാതൃഭൂമി. അദ്ദേഹമാണ് ഇതിന്റെ നാളിതുവരെയുള്ള, ഞാൻ പാർലമെന്റിൽ മത്സരിക്കാൻ വരുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളുടെ പേപ്പർ കട്ടിങ്ങുകളും ഇതിനാവശ്യമായ സകല ഡേറ്റാസും എനിക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കാസർഗോഡ് 35 വർഷമായി ഇടതുപക്ഷത്തിന്റെ ഒരു MP ആണ്. ഞാൻ ഇതൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ, ഞാൻ പാർലമെന്റ് അംഗമായി ജയിച്ചു വന്നാൽ ഈ തീവണ്ടിപ്പാതയ്ക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന് പറയുമ്പോൾ അധ്യക്ഷ വേദിയിരിക്കുന്ന ആളുകളും ചിരിച്ചു കാണും, കേട്ടിരുന്നവരും ചിരിക്കുകയാണ്. അവർ മനസ്സുകൊണ്ട് പറഞ്ഞാണ് താൻ MP ആയിട്ടില്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റും, താനിങ്ങനെ MP ആവുന്നത് എന്ന് അധ്യക്ഷ വേദിയിരുന്നവരും പറഞ്ഞാണ്, കേട്ടവരും പറഞ്ഞു. പക്ഷെ കാസർഗോഡിലെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഒരു പാർലമെന്റ് അംഗം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള പല ആളുകളുടെയും പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ എന്നെ കാസർഗോഡ് പാർലമെന്റിലേക്ക് പറഞ്ഞിരിക്കും. ഞാൻ പാർലമെന്റ് അംഗമായിട്ട് ഈ മെയ് മാസം 2 വർഷം പൂർത്തിയാകാൻ പോകുന്നു. 2 വർഷക്കാലം പാർലമെന്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ഞാൻ ആഗോള തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചോ അന്തർദേശീയ പ്രശ്നങ്ങളെ കുറിച്ചോ കാസർഗോഡിന്റെ 4 ചുവരുകൾ വിട്ട് അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ചോ നാളിതുവരെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുമില്ല. ഇനി വരുന്ന 3 വർഷക്കാലം ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്റെ മെയിൻ സ്പീച്ച് ഇന്ത്യൻ പാർലമെന്റിലെ കന്നി പ്രസംഗം എൻഡോസൾഫാനെ കുറിച്ചായിരുന്നു. എൻഡോസൾഫാൻ ഒരു പാക്കേജ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്, അവരുടെ പുനരധിവാസത്തെ കുറിച്ചാണ്. അത് ഇന്ത്യൻ പാർലമെന്റിലെ രേഖകളിൽ കൊണ്ടുവന്നത് മാത്രമല്ല, ഞാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന് ഞാൻ മെമ്മോറാണ്ടം കൊടുത്തു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പോയി കണ്ട് ഞാൻ അദ്ദേഹത്തിന് മെമ്മോറാണ്ടം കൊടുത്തു. അതുപോലെ തന്നെ കൃഷി മന്ത്രിയായ ശ്രീ തോമറെ പോയി കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. നമ്മുടെ കർണാടകത്തിലെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന, കേരളവുമായി ഏറ്റവും അടുത്തുണ്ടായിരുന്ന കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയായ സദാനന്ദ ഗൗഡയെ കണ്ടു. അദ്ദേഹത്തിനും അറിയാം ഈ കാസർഗോട്ടെ എൻഡോസൾഫാൻ വിഷയം, അദ്ദേഹവുമായി ചർച്ച ചെയ്തു. വീണ്ടും എനിക്ക് 2-3 പ്രാവശ്യം ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റ് അവസരം കിട്ടി അവതരിപ്പിക്കാൻ. അതൊക്കെ എൻഡോസൾഫാനെ കുറിച്ച് ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. രണ്ടാമതായി ഇന്ത്യൻ പാർലമെന്റ് എന്ന പ്രസംഗം ഈ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാതയെ കുറിച്ചാണ്. സ്റ്റാർ ക്വസ്റ്റ്യൻ ഒരിക്കൽ കിട്ടി. ആ സ്റ്റാർ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചത് ഈ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാതയെ കുറിച്ചാണ്. രണ്ടാമത്തെ എന്റെ പ്രസംഗം ഈ കാഞ്ഞങ്ങാട് കാണിയൂർ മാത്രമല്ല,
കണ്ണപുരം മുതൽ ഏതാണ്ട് 120ഓളം വർഷം പഴക്കമുള്ള മംഗൽപാടി എന്നറിയപ്പെടുന്ന കാസർഗോഡിന്റെ അതിർത്തി ആരംഭിച്ച് അവസാനിക്കുന്ന കണ്ണപുരം മുതൽ മംഗൽപാടി വരെയുള്ള തീവണ്ടി സ്റ്റേഷൻ, അതിന്റെ വികസനം, ഫ്ലൈഓവറുകൾ, അണ്ടർബ്രിഡ്ജുകൾ, കാസർഗോഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചു. ഒരു പാർലമെന്റ് അംഗത്തിന് 2 കമ്മിറ്റികളാണുള്ളത്. ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും 2 കമ്മിറ്റികൾ ഉണ്ട്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പാർലമെന്റ് അംഗമാണ്. ഏതെങ്കിലും ഒരു പ്രബലമായ പാർട്ടിയുടെ അംഗത്തിനെ അതിന്റെ ചെയർമാനായി വയ്ക്കും. ഇന്ത്യയിലെ 10ഓ 20ഓ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയാണോ ഇന്ത്യയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളാണ് ബഡ്ജറ്റിൽ പല കാര്യങ്ങളും തീരുമാനമായി വരുന്നത്. എനിക്ക് കിട്ടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ മുഴുവൻ FCI ഗോഡൌണുകൾ, ഇന്ത്യയിലെ മുഴുവൻ വെയർഹൌസിംഗ് കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വർണ്ണക്കടകൾ അടക്കം വരുന്ന എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ചെലുത്താൻ കഴിയുന്ന ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ്, അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ സന്ദീപ് ബന്ദോപാധ്യായാണ്. അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ. രണ്ടാമത് എനിക്ക് കിട്ടിയ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് എഴുതി കൊടുത്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എനിക്ക് വരാൻ പറ്റിയത് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണെങ്കിൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എനിക്ക് കിട്ടിയത് റെയിൽവേയാണ്. അപ്പൊ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ കൺസേൺ മിനിസ്റ്ററാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലാണ്. അതിന്റെ സ്റ്റേറ്റ് മിനിസ്റ്റർ കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള സുരേഷ് അംഗഡിയാണ്. വളരെ സഹൃദയനായ ഒരു പാർലമെന്റ് അംഗം. അദ്ദേഹം ഒരു BJP-കാരനാണെങ്കിലും കാസർഗോഡ് പാർലമെന്റ് അംഗമായി ഞാനുമായി ഒരു വ്യക്തിപരമായ ബന്ധം അക്കാര്യത്തിൽ അദ്ദേഹം പുലർത്തി വന്ന ഒരാളാണ്. ആ വ്യക്തിപരമായ ബന്ധം എനിക്ക് ഉണ്ടാക്കി തന്നത് മംഗലാപുരത്തെ പാർലമെന്റ് അംഗമായ നവീൻ കട്ടീലാണ്. 2 പ്രദേശം അടുത്തടുത്ത് കിടക്കുന്നു. ആ 2 പ്രദേശത്തെ പാർലമെന്റ് അംഗമാർ ഈ ഡിവിഷണൽ കമ്മിറ്റികൾ പങ്കെടുക്കുമ്പോൾ മന്ത്രി അധ്യക്ഷ വഹിക്കുന്ന യോഗത്തിൽ, മംഗലാപുരത്തെ യോഗത്തിൽ ഞാൻ പോകാറുണ്ട്. പാലക്കാട് ഡിവിഷന്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിരന്തരമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച്, സുരേഷ് അംഗഡിയുമായി സംസാരിച്ച് ഈ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാതയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, 90 കിലോമീറ്റർ ആണ് ഈ തീവണ്ടി പാത. അതിൽ 40 കിലോമീറ്റർ കേരളത്തിലും 50 കിലോമീറ്റർ നമുക്കറിയാം ഇത് കർണാടകത്തിലുമാണ്. ഇത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾ, കാസർഗോഡ് ജില്ലയിലെ കൃഷിക്കാരും കർഷകരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് കർണാടകത്തിലെ കുടകിലെ സുള്ളിയ. അതുവഴി ബാംഗ്ലൂരിലേക്കുള്ള യാത്ര. നമ്മുടെ ഈ കർണാടകത്തിലെ ഈ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനം ഇത് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. അതുപോലെ സുള്ളിയിലുണ്ട്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ കച്ചവടം നടത്തുന്നത്, വിറ്റഴിക്കുന്നത് കർണാടകത്തിലെ ചന്തകളിലാണ്. ആ ചന്തകളുടെ എല്ലാം നടുവിലൂടെയാണ് ഈ കാണിയൂർ തീവണ്ടിപ്പാത പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ 50 കിലോമീറ്റർ ദൈർഘ്യം കർണാടകത്തിലാണെങ്കിലും 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാഞ്ഞങ്ങാട് നിന്ന് കർണാടകത്തിന്റെ അതിർത്തി വരെ കൊണ്ടുമുട്ടിക്കുന്ന കേരളത്തിലാണ് ഈ റെയിൽവേ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേക്ക് ഒരു ബഡ്ജറ്റ് ഇല്ല. ധനകാര്യ വകുപ്പിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. പാർലമെന്റിന്റെ ബഡ്ജറ്റ് അവതരണം ഈ മാസം 1-ാം തീയതിയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 29-ാം തീയതി രാവിലെ 11 മണിക്ക് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 29-ാം തീയതി പാർലമെന്റ് പിരിഞ്ഞാൽ 30, 31 ശനിയും ഞായറും. 1-ാം തീയതി രാവിലെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി
ഈ വർഷത്തെ ബഡ്ജറ്റ്, സമ്പൂർണ്ണ ബഡ്ജറ്റ് 1-ാം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കുന്നു. പണ്ടൊക്കെ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് റെയിൽവേ ബഡ്ജറ്റ് പാസ്സാക്കും. റെയിൽവേക്ക് സമ്പൂർണമായ ബഡ്ജറ്റ് ഉണ്ട്. റെയിൽവേയുടെ വിഭവ സമാഹരണം, റെയിൽവേയുടെ വരവ് ചെലവ്, അതെല്ലാം തീരുമാനിക്കുന്ന റെയിൽവേ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് എടുത്തു കളഞ്ഞു. ഇപ്പോ രാജ്യം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട്, ആ ഫണ്ടിലൂടെ മാത്രമേ റെയിൽവേയുടെ വികസനം പറ്റൂ. റെയിൽവേക്ക് സമ്പൂർണമായ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന കാലയളവിലാണ് ഈ ജോസ് കൊച്ചിക്കുന്നിന്റെ ഈ ഐഡിയ, ഈ ആശയം പ്രാവർത്തികമാക്കാൻ ഒരു സർവേ നടത്താൻ തീരുമാനമെടുത്ത് ആ സർവേക്ക് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു. അങ്ങനെ ആ സർവേ നടന്നു. സർവേയുടെ റിപ്പോർട്ട് ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറി. അത് കേന്ദ്ര ഗവൺമെന്റ് കൈവശം വന്നു. റെയിൽവേ വകുപ്പ് ചർച്ച ചെയ്തു. ശ്രീ കൊച്ചിക്കുന്നിന്റെ മനസ്സിൽ ഉദിച്ച ആശയം, ആ ആശയം പ്രാവർത്തികമാക്കാമെന്നാണ് റെയിൽവേക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇത് ഫീസിബിൾ ആണ്. രണ്ട് ഗവൺമെന്റുകൾ പരിപൂർണമായി സഹകരിച്ചാൽ, റെയിൽവേ ഈ തീവണ്ടിപ്പാത ഏറ്റെടുത്താൽ ഈ തീവണ്ടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് കൊച്ചിക്കുന്നിൽ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് അദ്ദേഹം അവതരിപ്പിച്ച ഈ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തിയ റിപ്പോർട്ട് ഇത് ഫീസിബിൾ ആണെന്നാണ് എഴുതി കൊടുത്തത്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ ഇത് അപ്രൂവ് ചെയ്തു. കാഞ്ഞങ്ങാട്ട് നിന്ന് കാണിയിലേക്ക് ഒരു തീവണ്ടിപ്പാത, ആ പാത സാധ്യമാകും എന്നൊരു തോന്നൽ വന്നു. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞത് 40 കിലോമീറ്റർ, കേരളത്തിന്റെ അതിർത്തിയിൽ 40 കിലോമീറ്റർ സ്ഥലം കേരള ഗവൺമെന്റ് എടുത്തു കൊടുക്കണം. ഈ 40 കിലോമീറ്റർ തീവണ്ടിപ്പാത പണിയാൻ ആവശ്യമായി വരുന്ന പണം, ആ പണത്തിന്റെ നേരെ പകുതി കേരളം വഹിക്കണം. അപ്പൊ ഇന്ത്യൻ റെയിൽവേ പറഞ്ഞത് ഒരു കൺസേൺ ലെറ്റർ നിങ്ങൾ ആദ്യം തരണം. എന്താണ് കൺസേൺ ലെറ്റർ? ഒരു NOC പോരല്ലോ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകില്ല. ഒരു കൺസേൺ ലെറ്റർ തരണം. 40 കിലോമീറ്റർ റെയിൽപാളം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം, 40 കിലോമീറ്റർ റെയിൽപാളം നിർമ്മിക്കാൻ ആവശ്യമായ സ്റ്റേഷനുകൾ നിർമ്മിച്ച ആവശ്യമായ പണം, ഇതിന്റെ മൊത്തം പണത്തിന്റെ പകുതി എക്സ്പെൻസ് കേരള ഗവൺമെന്റ് നിർവഹിക്കാൻ തയ്യാറാണെന്ന് ഒരു കൺസേൺ ലെറ്റർ നിങ്ങൾ തരണം. ഒന്നാമത്തെ ആവശ്യം അതാണ്. അപ്പൊ സ്ഥലത്തിന്റെ പകുതി പണം, നിർമ്മാണത്തിന് ആവശ്യമായ പകുതി പണം എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്ടിന്റെ 40 കിലോമീറ്റർ പ്രാവർത്തികമാകാൻ ആവശ്യമായി വരുന്ന മുഴുവൻ പണത്തിന്റെയും 50% കേരളം നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു കൺസേൺ ലെറ്റർ റെയിൽവേക്ക് കൊടുക്കണം. 2, 50 കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കേണ്ടത് കർണാടകത്തിലാണ്. കേരള ഗവൺമെന്റ് കർണാടകത്തിലെ ഗവൺമെന്റുമായി ചർച്ച ചെയ്യണം. കർണാടകവുമായി ചർച്ച ചെയ്ത് ഈ 50 കിലോമീറ്റർ തീവണ്ടിപ്പാതയും സ്റ്റേഷനുകളും നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ പണം, നിർമ്മാണ ചെലവ്, ഈ 50 കിലോമീറ്ററിന് ആവശ്യമായ പണത്തിന്റെ നേരെ പകുതി ഇന്ത്യൻ റെയിൽവേ വഹിക്കും. ബാക്കി പകുതി പണം കർണാടകം നൽകണം. ചുരുക്കി പറഞ്ഞാൽ 90 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ ലൈൻ, അതിന്റെ മുഴുവൻ സ്ഥലത്തിന്റെയും മുഴുവൻ നിർമ്മാണ ചെലവിന്റെയും പകുതി പണം കേരള കർണാടക ഗവൺമെന്റ് തുല്യമായി വഹിക്കണം. ബാക്കി മുഴുവൻ പകുതി പണവും അവർ നിർവഹിക്കും. കേരള ഗവൺമെന്റാണ് കൂടുതൽ ഉത്തരവാദിത്വം. നിങ്ങളാണ് കർണാടകത്തോട് ചർച്ച ചെയ്യേണ്ടത്. കർണാടകത്തിന് അനുവാദം വാങ്ങേണ്ടത് നിങ്ങളാണ് അവരുടെ ഒരു കൺസേൺ ലെറ്റർ വാങ്ങേണ്ടത്. നിരവധി പ്രാവശ്യം നമ്മൾ കേരള മുഖ്യമന്ത്രിയെടുത്ത് സംസാരിച്ചു. മുഖ്യമന്ത്രി നമ്മളെ പറ്റിക്കുക. മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കൺസേൺ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, റെയിൽവേയുടെ കയ്യിൽ കൺസേൺ ലെറ്റർ ഉണ്ട്, അത് MP-ക്ക് പരിശോധിക്കാം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഇടവേള കിട്ടുമ്പോൾ ഞങ്ങൾ സമ്മേളിക്കാറുണ്ട്. ആ സമ്മേളന വേദിയിൽ ഞാൻ സുരേഷ് അങ്കാരിയോട് ഇവരും പറഞ്ഞു. സുരേഷ് അങ്കാരി പറഞ്ഞു
നമുക്ക് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഒരു ചായ സൽക്കാരം നടത്താം, എല്ലാവരെയും വിളിക്കാം. അങ്ങനെ അദ്ദേഹം സദാനന്ദഗൌഡയെ വിളിച്ചു, അദ്ദേഹം മംഗലാപുരത്തെ എം പിയെ വിളിച്ചു, തൊട്ടടുത്ത 2 ചെറുപ്പക്കാരെ എംപിമാരുടെ BJPക്ക് അവരെ വിളിച്ചു. കർണാടക മുഖ്യമന്ത്രി ഏറെ സ്വാധീനമുള്ള ശോഭ കാരന്തലു എന്ന് പറയുന്ന എംപിയെ വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂട്ടം കൂടിയിരുന്നു, ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തു. അവസാനം അവർ പറഞ്ഞു, കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ കാണാം, ഒറ്റക്കെട്ടായി നമുക്ക് ആവശ്യപ്പെടാം. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ഞാനുണ്ട്, മംഗലാപുരത്തെ എംപിയുണ്ട്, തൊട്ടടുത്ത 4 എംപിമാരുണ്ട്, കേന്ദ്രമന്ത്രിയായ സദാനന്ദഗൌഡയുണ്ട്. നമുക്ക് ഈ ആവശ്യം അംഗീകരിപ്പിച്ച് ഈ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത നമ്മുടെ 2 സംസ്ഥാനങ്ങളുടെ സ്വപ്നം ഈ സാക്ഷാത്കരിക്കാം. അങ്ങനെ ആ ചർച്ചയുടെ ഫലമായി ഒരിക്കൽ ബാംഗ്ലൂർ ചെല്ലാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ കാണാമെന്ന് അവർ സമ്മതിച്ചു. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് 2ാമത്തെ പ്രാവശ്യം എന്റെ സ്റ്റാർ ക്വസ്റ്റ്യൻ അംഗീകരിച്ചു കിട്ടിയപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയല് എനിക്ക് മറുപടി തന്നു. അതിന്റെ കോപ്പി എന്റെ മൊബൈൽ ഫോണുണ്ട്, ഞാൻ അതിന്റെ കോപ്പി നിങ്ങളുടെ INTUC ജില്ലാ പ്രസിഡന്റ് കൊടുക്കാം. അദ്ദേഹം പറഞ്ഞത്, ഈ തീവണ്ടിപ്പാതയിൽ നിന്ന് ഒരു അണുകട കേന്ദ്ര ഗവൺമെന്റ് മാറില്ല, ഈ തീവണ്ടിപ്പാത ഫീസിബിളാണ്, ഇത് ഞങ്ങൾ അംഗീകരിച്ചതാണ്. ഇതിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേ കേരള ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല. അവസാനം കേരള ഗവൺമെന്റ് കൺസേൺ ലെറ്റർ ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കൺസേൺ ലെറ്റർ അവരെന്നെ കാണിച്ചു, ഞാൻ എത്തിപ്പോയി. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കൺസേൺ ലെറ്റർ കൊടുത്തു, കർണാടകത്തിന്റെ കൺസേൺ ലെറ്റർ കിട്ടാത്തതുകൊണ്ടാണ് ഈ തീവണ്ടി പാത ഇല്ലാത്തത്. എന്താ കേരള ഗവൺമെന്റ് കൊടുത്ത കൺസേൺ ലെറ്റർ? കാഞ്ഞങ്ങാട്ട് നിന്ന് കാണിയൂർ തീവണ്ടിപ്പാതയ്ക്ക് കേരളത്തിൽ എത്ര ഏക്കർ സ്ഥലം വേണ്ടി വരുന്നു, ആ സ്ഥലം ഞങ്ങൾ അക്വയർ ചെയ്യാം. അക്വയർ ചെയ്യുന്ന സ്ഥലത്തിന് എത്ര രൂപ വേണ്ടി വരുന്നു, ആ വേണ്ടി വരുന്ന പണത്തിന്റെ പകുതി പണം ഞങ്ങൾ എടുക്കാം. പക്ഷെ നിർമ്മാണ ചെലവിന്റെ പകുതി എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വെച്ചതല്ല. ഈ 90 കിലോമീറ്റർ സ്ഥലത്തിന് ആവശ്യമായി വരുന്ന പണത്തിന്റെ പകുതി കേരളവും കർണാടകവും ഷെയർ ചെയ്യണം, ബാക്കി 50% ഞങ്ങൾ ഷെയർ ചെയ്യാം. ഈ 90 കിലോമീറ്റർ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ ആവശ്യമായ പണം, ആ പണത്തിന്റെ 50% കേരളവും കർണാടകവും ഷെയർ ചെയ്യണം, 50 ഞങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു കൺസേൺ ലെറ്റർ ആണ് അവർ ആവശ്യപ്പെട്ടത്. കേരള ഗവൺമെന്റ് കൊടുത്ത കൺസേൺ ലെറ്റർ എന്താണ്? 40 കിലോമീറ്റർ സ്ഥലം, ആ സ്ഥലമെടുക്കാൻ ആവശ്യമായി വരുന്ന പണത്തിന്റെ പകുതി തരാം, നിർമ്മാണ ചെലവിന്റെ പകുതി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ കാര്യം നടക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഈ സംഭവം പാർലമെന്റ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ പാർലമെന്റ് അംഗങ്ങളുടെ യോഗത്തിൽ ഞാൻ പൊട്ടിത്തെറിച്ചു. 2006 തലശ്ശേരിയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ. അന്ന് പേരാവൂർ മണ്ഡലത്തിലെ എന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് വന്നപ്പോ ഞാൻ ഇതുപോലെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സ്റ്റേജിൽ വെച്ച് കൈമാറി. അതിന്റെ ചിത്രമെല്ലാം എന്റെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പ് യോഗത്തിനാണ് പ്രധാനമന്ത്രി വന്നത്. അന്ന് ഞാൻ മത്സരിക്കുന്ന തലശ്ശേരിയിലാണ്. അന്ന് ഞാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞു, തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് ഒരു തീവണ്ടിപ്പാത, അതിന്റെ സർവേ നടത്തണം എന്ന് പറഞ്ഞാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. പ്രധാനമന്ത്രി പറഞ്ഞു, തലശ്ശേരിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വളരെ ക്രിയാത്മകമായ ഒരു പ്രപ്പോസൽ എന്നിട്ട് വെച്ചിരിക്കുന്നു, അദ്ദേഹം അത് വരച്ചു കാട്ടിയിരിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് യോഗമാണ്, അതുകൊണ്ട് സ്ഥാനാർത്ഥിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്ന ഈ നിവേദനം ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നല്ലാതെ ഇതിനകത്തൊരു ഉറപ്പ് ഈ യോഗത്തിൽ വെച്ച് കൊടുക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഒരു സർവേ നടത്തുന്ന കാര്യം ഞാൻ ഗൗരവമായി പരിഗണിക്കുന്നു. ആദ്യമായി മൈസൂർ തലശ്ശേരി തീവണ്ടിപ്പാത എന്നുള്ള ഐഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ
ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കൊടുത്തത് അത് ഞാനാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ കേരളത്തിലെ എംപിമാരുടെ യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഞാനുമായി വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കം എല്ലാവരും അറിഞ്ഞതാണ്. ഒന്ന്, അദ്ദേഹം പരസ്യമായ യോഗത്തിൽ പറഞ്ഞു, എയിംസ് ഞങ്ങൾ കോഴിക്കോട് കിനാനൂരാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 200 ഏക്കർ സ്ഥലം ഒരു എയിംസിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞു, കേരളത്തിലെ പ്രമുഖമായ മലയാള ദിനപത്രങ്ങളടക്കം ആ ദിനപത്രങ്ങൾക്ക് കേരളത്തിലെ 14 ജില്ലയിലും എഡിഷനുണ്ട്. പക്ഷെ അവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻഡോസൾഫാന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. COVID-19 പശ്ചാത്തലത്തിൽ ചികിത്സ നിഷേധിച്ചത് വഴി മാരകമായ മഹാമാരി മൂലമല്ലാതെ 15 ആളുകൾ മരിച്ചൊരു ജില്ലയാണ്. ഇവിടെ ട്രോമ കെയർ സെന്റർ പോലുമില്ല. അതുകൊണ്ട് കോഴിക്കോട് കിനാനൂരിൽ എത്രയോ സ്വകാര്യ മെഡിക്കൽ കോളേജുണ്ട്, സർക്കാർ മെഡിക്കൽ കോളേജുണ്ട്. ആതുര സേവന രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ല. അതുകൊണ്ട് എയിംസ് ഇവിടെ വേണം, കിനാനൂരിൽ പറ്റില്ല. അതുപോലെ തന്നെ ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ കൺസെന്റ് ലെറ്റർ കൊടുത്തു. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത. പക്ഷേ ഇപ്പോ ഈ യോഗം ആവശ്യപ്പെടണം, കേരളത്തിലെ എംപിമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടണം. കാഞ്ഞങ്ങാട് തീവണ്ടിപ്പാതയേക്കാൾ പ്രാധാന്യം തലശ്ശേരി അതുപോലെ തന്നെ മൈസൂർ തീവണ്ടിപ്പാതയാണ്. അതിനെ അനുകൂലിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോൺഗ്രസിന്റെ എംപിമാർ അടക്കം അതിനെ അനുകൂലിച്ചു. എന്റെ ശബ്ദം ഒറ്റപ്പെട്ടതാണെങ്കിലും ആ യോഗത്തിൽ അതിശക്തമായി ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാതയ്ക്കെതിരല്ല, അത് വരണം. പക്ഷെ രണ്ടാമത് തീവണ്ടിപ്പാത വരുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി വാക്കുകൊടുത്തതാണിത്. കേന്ദ്രം സമ്മതിച്ചതാണ്. ഇത് കാസർഗോഡിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമാണ്. അതുകൊണ്ട് ഇതിന് കത്തിവെക്കുന്ന ഏർപ്പാട് മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. അങ്ങ് ഒരു കാരണവശാലും കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത ഒഴിവാക്കി മൈസൂർ തലശ്ശേരി തീവണ്ടിപ്പാതയ്ക്ക് വേണ്ടി നിൽക്കരുത്. അദ്ദേഹം അപ്പോഴും പറയുന്ന, ഞാൻ ഒരിക്കലും എതിരല്ല, ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. കൺസെന്റ് ലെറ്റർ കൊടുത്തിട്ട് റെയിൽവേ അത് പണിയാത്ത എന്താ കുഴപ്പമാണോ? ഇപ്പൊ കൺസൾട്ടേറ്റീവ് മെമ്പർ നിലയ്ക്ക് റെയിൽവേയുടെ ഏത് കാര്യങ്ങൾ എപ്പോ അന്വേഷിച്ചാലും കൃത്യമായ മറുപടി എനിക്ക് തന്നേ പറ്റൂ. പാർലമെന്റ് അംഗം എന്നത് നിലയ്ക്ക് തരണം. പാർലമെന്റ് അംഗത്തിന് മുകളിൽ റെയിൽവേയുടെ കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാൻ അവകാശമുള്ള കൺസൾട്ടേറ്റീവ് മെമ്പർ നിലയ്ക്ക് എനിക്കിത് അറിഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, കേരള ഗവൺമെന്റ് അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തീവണ്ടിപ്പാത യാഥാർത്ഥ്യമാകാത്തത്. കാസർഗോഡ് MP കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ 40 കിലോമീറ്റർ കേരളത്തിൽ പണിയാൻ ആവശ്യമായ സ്ഥലത്തിന്റെയും നിർമ്മാണത്തിന്റെയും പകുതി പണം ചെലവാക്കാൻ തയ്യാറാണെന്ന് ഒരു കൺസെന്റ് ലെറ്റർ തന്നാൽ കേരള ഗവൺമെന്റ് ഞങ്ങൾ ഒഴിവാക്കാം. കർണാടക സർക്കാരുമായി ചർച്ച ചെയ്ത് അവരുടെ കൺസെന്റ് ലെറ്റർ വാങ്ങിക്കുന്ന ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിൽ നിന്ന് എടുത്തു മാറ്റി MP ആയ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. അവിടെ പോയി അവരെ കണ്ട് ചർച്ച നടത്തി അവരുടെ കൺസെന്റ് ലെറ്റർ വാങ്ങാൻ. പക്ഷേ ഈ കൺസെന്റ് ലെറ്റർ തരാൻ അവർ തയ്യാറാകണം. അതിന് തയ്യാറല്ല. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, നിങ്ങൾ ഒറ്റയാള് കാരണം മലയോര ഹൈവേ സാക്ഷാത്കരിക്കുന്നില്ല. ഇവിടെ തന്നെ നമുക്കറിയാം 2 റീച്ചിന്റെ പണി ഈ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയാക്കാനുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ച് വനമന്ത്രിയോട് പറഞ്ഞാൽ പോലെ ഈ 14 ജില്ലയ്ക്ക് മന്ത്രി. ഇവിടെ കാസർഗോഡിൽ മന്ത്രിയുണ്ടല്ലോ, ആ മന്ത്രിയാണല്ലോ റവന്യൂ മന്ത്രി. കേരളത്തിലെ 14 ജില്ലകളിൽ വികസനത്തിന് തടസ്സമായ സ്ഥലമാണ് തടസ്സം. സർക്കാരിന്റെ കയ്യിൽ സ്ഥലമില്ല. പക്ഷെ ഈ കാസർഗോഡുകാരിലേക്ക് ഞാൻ ഉറച്ചു പറയാം, കേരളത്തിലെ 14 ജില്ലകളിൽ ജില്ലാ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ജില്ല ഈ കാസർഗോഡാണ്. ഇവിടെ എന്ത് വികസനം ആര് നടത്താനാണ്
ചോദിച്ചാലും ഇഷ്ടംപോലെ ഭൂമി ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലുണ്ട്. ഭൂമിയുടെ അപര്യാപ്തത ഒരു വികസനത്തെയും തടസ്സപ്പെടില്ല കാസർഗോഡ്. ഇവിടെ ഭൂമിയുണ്ട്, ഭൂമിയുടെ അധിപൻ കാസർഗോഡുകാരൻ മന്ത്രി. പക്ഷെ ഈ മന്ത്രിക്ക് അദ്ദേഹം എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം ഒരു നട്ടെല്ല് കാണിച്ചിരുന്നെങ്കിൽ ഈ തീവണ്ടിപ്പാത എന്നേ വന്നേനെ. കാഞ്ഞങ്ങാട് അദ്ദേഹത്തിന് മണ്ഡലമല്ലേ, അവിടെയല്ലേ തുടക്കം. അദ്ദേഹം കേരള ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ച് അദ്ദേഹം ഈ ഭൂമി ഏറ്റെടുക്കുന്നതും പണിയുമായി ബന്ധപ്പെട്ട പകുതി പണം കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചാൽ അടുത്ത ദിവസം കാസർഗോഡ് എം പിയുടെ ജോലി ആരംഭിക്കും. പക്ഷെ അതിന് മുൻകൈ എടുക്കുന്നത് ഇവിടുത്തെ മന്ത്രിയാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരള ഗവൺമെന്റിന് ഇപ്പൊ ഈ പ്രോജക്റ്റിൽ താല്പര്യമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി തലശ്ശേരിക്കാരനാണ്, പാർട്ടി സെക്രട്ടറി തലശ്ശേരിക്കാരനാണ്, കേന്ദ്രമന്ത്രി പി മുരളീധരൻ തലശ്ശേരിയാണ്, BJPയുടെ നേതാക്കന്മാരായ കൃഷ്ണദാസ് അടക്കം എല്ലാവരും തലശ്ശേരിയാണ്. കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും തലശ്ശേരിക്കാരായതുകൊണ്ട്, കണ്ണൂർക്കാരായതുകൊണ്ട് പിന്നോക്ക ജില്ലയായ കാസർഗോഡ് ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നു. ഇവിടെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയോട് മുഖ്യമന്ത്രി ചോദിക്കുന്നത് കൂട്ടയ്ക്ക് കൊന്നിരിക്കുന്നിടത്ത് എന്താ കാര്യം? ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ക്യാബിനറ്റിൽ വരണം, ഒന്ന് ഒപ്പിട്ട് തരണം. ചങ്കൂറ്റത്തോടെ, ആണത്തത്തോടെ, പൗരുഷത്തോടെ കാസർഗോഡിന് വേണ്ടി ശബ്ദമുയർത്താൻ ക്യാബിനറ്റിൽ ഈ മന്ത്രി തയ്യാറായാൽ എയിംസ് ഇവിടെ വരും, കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാത ഇവിടെ വരും. എന്റെ നട്ടല് വാഴപ്പിണ്ടിയല്ല, ഞാൻ ആരുടെയും മുമ്പിൽ തലകുനിക്കില്ല. ഒരു കാര്യം ഏറ്റെടുത്താൽ അവസാന ശ്വാസം വരെ പോരാടും. ഈ രണ്ട് കാര്യം നടക്കുമോ നടക്കത്തില്ലയോ എനിക്കറിയില്ല. പക്ഷെ എന്റെ അവസാന ശ്വാസം വരെ ആര് തന്നാലും തന്നില്ലെങ്കിലും കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയ്ക്ക് വേണ്ടി എന്റെ പോരാട്ടം തുടരും. എയിംസിന് വേണ്ടി എന്റെ പോരാട്ടം തുടരും. മലയോര പാതയിൽ വനത്തിനകത്തുകൂടി റോഡ് കടന്നു പോകാൻ കേരള ഗവൺമെന്റ് 100-200 മരം മുറിക്കേണ്ടി വന്നാൽ എത്രയോ മരം മോട്ടിച്ചുകൊണ്ട് പോകുന്നു ഈ സർക്കാർ അറിയാതെ. അതുകൊണ്ട് സർക്കാർ അറിഞ്ഞ് ഒരു 200 മരം മുറിച്ച് ഈ മലയോര പാത എന്ന സങ്കല്പം, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ ഇനിയും ജനങ്ങളെ കബളിപ്പിക്കരുത്. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം, കാസർഗോഡ് ജനങ്ങളോട് നിങ്ങൾ പറയണം, ഈ റെയിൽവേ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഈ റെയിൽവേക്ക് നിങ്ങൾ എതിരല്ലെങ്കിൽ, ഈ റെയിൽവേക്ക് നിങ്ങൾ അനുകൂലമാണെങ്കിൽ അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേക്ക് ഒരു കൺസെന്റ് ലെറ്റർ നിങ്ങൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ ഇന്ത്യൻ റെയിൽവേ വൈൻഡപ്പ് ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കള്ളക്കളി അവസാനിപ്പിച്ച് നിങ്ങൾ തലശ്ശേരി മൈസൂർ തീവണ്ടി പാത വേണം, ഞാനതിനെതിരില്ല. പക്ഷേ ആദ്യമായി പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇത് പോസിബിൾ ആണെന്ന് കണ്ടെത്തി ഫീസിബിലിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ഒരു പ്രോജക്റ്റാണ്. തലശ്ശേരിയിലെ പ്രോജക്റ്റിനെ കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അന്ന് ആരാ ഇന്ത്യ ഭരിക്കുന്നത്, അന്ന് ആരാ കേരളം ഭരിക്കുന്നത് എന്ന് പിണറായി വിജയനോ എനിക്കോ ആർക്കും പ്രവചിക്കാനാവില്ല. അതുകൊണ്ട് തലശ്ശേരി മൈസൂർ രണ്ടാമത്തെ ഘട്ടം മതി. ഒന്നാം ഘട്ടം കാസർഗോഡുകാരുടെ ഈ തീവണ്ടി പാത, ആ തീവണ്ടി പാതയ്ക്ക് വേണ്ടി സത്യസന്ധമായ, നിഷ്പക്ഷമായ, നീതിപൂർവമായ, സുതാര്യമായ ഒരു സമീപനം കേരള ഗവൺമെന്റ് സ്വീകരിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറപ്പിക്കാൻ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമായ INTUC, അതിന്റെ നേതാക്കന്മാർ ഇത്തരമൊരു സമരം സംഘടിപ്പിച്ചത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ജനവികാരം നിങ്ങൾ മനസ്സിലാക്കി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് എല്ലാ കാലത്തും ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തുടിപ്പുകളും നാഡീസ്പന്ദനങ്ങളും മനസ്സിലാക്കി ജോസ് കൊച്ചുകുന്നന്റെ ഈ പ്രോജക്ട് ഒരു യാഥാർത്ഥ്യമാക്കാൻ സമര പരിപാടികളുമായി മുന്നോട്ട് വന്ന INTUC ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിന് എന്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ സമരത്തോടൊപ്പം ഏതറ്റം വരെയും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.
ഒരിക്കൽ കൂടി ശ്രീ ജോസ് കുറ്റിക്കുന്നിന് എല്ലാ നന്മകളും നേരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വെച്ച ഈ ആശയത്തെ ഞാൻ അങ്ങേയറ്റം വാഴ്ത്തുന്നു. ഇത് പ്രാവർത്തികമാക്കാൻ മാധ്യമ പ്രവർത്തകരുടെ സഹായം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.